Hi all, welcome to ONE's K2 question paper solution program. So, നമ്മൾ ഇന്ന് നോക്കുന്നത് ലോജിക് സർക്യൂട്ട് ഡിസൈൻ, അതായത് S3 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിലെ സബ്ജക്റ്റ് ആയ ലോജിക് സർക്യൂട്ട് ഡിസൈൻ ആണ് നോക്കുന്നത്. അതിൽ തന്നെ മൊഡ്യൂൾ 5 1 to 4 മൊഡ്യൂൾസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നോക്കുന്നത് മൊഡ്യൂൾ 5 ആണ്. സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് 203. ഓക്കെ, നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 2021 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ആൻഡ് 2019 സ്കീം. സോ നമുക്ക് നോക്കാം, സിലബസ് ജസ്റ്റ് ഒന്ന് ഫെമിലറൈസ് ചെയ്യാം. മൊഡ്യൂൾ 5 ടോപ്പിക്സ് എന്ന് പറയുന്നത് ലോജിക് ഫാമിലീസ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ലോജിക് ഫാമിലീസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ മൊഡ്യൂൾ 5 ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ മെയിൻ ആയിട്ടുള്ളത് TTL, ECL ആൻഡ് CMOS എന്ന് പറയുന്നതാണ്. കുറച്ച് വേറെ ടോപ്പിക്സ് എന്നൊക്കെ പറഞ്ഞാൽ RTL, DTL അതൊക്കെ ഉണ്ട്. അത് നമ്മൾ ഒബ്സലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത് TTL, ECLന്റെ CMOSന്റെ ഒക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ്. പിന്നെ അതിന്റെ നോയ്സ് മാർജിൻസ്, പ്രൊപ്പഗേഷൻ ഡിലേ, ട്രാൻസിഷൻ ടൈം, പവർ കൺസപ്ഷൻ. അപ്പോൾ ഇതൊക്കെ ഒരു കമ്പാരിസൺ പോലെ പഠിക്കേണ്ട ടോപ്പിക്സ് ആണ് ഇതെല്ലാം. ദെൻ TTL ഇൻവെർട്ടർ, TTL ബേസ് ചെയ്തിട്ടുള്ള ടോട്ടം പോൾ സർക്യൂട്ട്സ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഈ മൊഡ്യൂളിൽ അത് സിലബസിൽ അത് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളൂ. പക്ഷെ നമ്മളത് ടോട്ടം പോൾ സർക്യൂട്ട് കോൺഫിഗറേഷൻസ് ഒക്കെ പഠിക്കാനുള്ളതാണ്. ദെൻ CMOSന്റെ ഇൻവെർട്ടർ, CMOS NAND ഗേറ്റ് ആൻഡ് CMOS NOR ഗേറ്റ്, ആ സർക്യൂട്ട്സും ഒക്കെയാണ് മൊഡ്യൂൾ 5 സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. പാർട്ട് എയിൽ വരുന്ന 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിഫൈൻ നോയ്സ് മാർജിൻ ആൻഡ് ഡിഫൈൻ പ്രൊപ്പഗേഷൻ ഡിലേ ആൻഡ് പവർ ഡിസിപ്പേഷൻ. രണ്ടും 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം പാർട്ട് എയിൽ ചോദിക്കുന്നത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. each മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ 5th മൊഡ്യൂളിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോയ്സ് മാർജിനും പ്രൊപ്പഗേഷൻ ഡിലേ ആൻഡ് പവർ ഡിസിപ്പേഷൻ. സോ വാട്ട് ഈസ് നോയ്സ് മാർജിൻ? സോ നോയ്സ് മാർജിൻ ഈസ് ആക്ച്വലി, നമുക്കൊരു സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു നോയ്സ് വരുന്നുണ്ടെങ്കിൽ അത് ഔട്ട്പുട്ടിൽ വലിയ ഇഷ്യൂസ് ഇല്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന എബിലിറ്റി ടു ടോളറേറ്റ് ദ നോയ്സ് വിത്തൗട്ട് കോസിങ് എനി അൺവാണ്ടഡ് ചേഞ്ചസ് ഇൻ ദ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൽ വലിയ പ്രശ്നമൊന്നും ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കാതെ നോയ്സ് വരുന്നത് നമ്മുടെ സിസ്റ്റത്തിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ആക്ച്വലി നോയ്സ് ഇമ്മ്യൂണിറ്റി, നോയ്സ് മാർജിൻ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, so noise margin is actually the measure of noise immunity യുടെ മെഷർ ആയിട്ടാണ് നമ്മൾ നോയ്സ് മാർജിൻ എന്ന് പറയുന്നത്. സോ നോയ്സ് മാർജിൻ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഒരു ലോജിക് ഗേറ്റിലേക്ക് ഒരു ഗേറ്റ് സർക്യൂട്ട്, ഇപ്പം എനി ഓഫ് ദ ലോജിക് ഗേറ്റ്സ്, ആ ലോജിക് ഗേറ്റ്സിലേക്ക് നമ്മളൊരു ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് 5 വോൾട്ട് ഇൻപുട്ട് കൊടുത്താൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ആ റിലേറ്റഡ് ടു ആ റേഞ്ച് തന്നെയായിരിക്കും. ഇപ്പോൾ സപ്പോസ് ഒരു ബഫർ ആണ് കൊടുക്കുന്നതെങ്കിൽ, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഗേറ്റ് എന്ന് പറയുന്ന ഒരു ബഫറായിട്ടാണ് ഞാൻ കണക്ട് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് 5 ആണെങ്കിൽ ഔട്ട്പുട്ടിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 5 തന്നെയാണ്. പക്ഷേ ഇൻ കേസ് ഓഫ് ഇന്റേണൽ സർക്യൂട്ട്സിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ഔട്ട്പുട്ട് തന്നെ, ആ വേരിയേഷൻ ഒന്നും ഇല്ലാതെ കറക്റ്റ് ഔട്ട്പുട്ട് തന്നെ പ്രാക്ടിക്കലി നമുക്ക് കിട്ടണമെന്നില്ല. എന്തെങ്കിലും ഒരു ചെറിയൊരു വോൾട്ടേജ് വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും ഓരോ പെർട്ടിക്കുലർ റേഞ്ചസിലാണ് മെൻഷൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ 5 വോൾട്ട് തന്നെ, എക്സാക്ട് 5 വോൾട്ട് തന്നെ നമ്മൾ ഇൻപുട്ട് കൊടുക്കണമെന്നില്ല. അപ്പോൾ അതിനൊരു റേഞ്ച് മെൻഷൻ ചെയ്യും. അപ്പം ഇപ്പോൾ ഈ 4 to 5 റേഞ്ചിലാണെങ്കിൽ ആ സർക്യൂട്ടിലുള്ള വേരിയേഷൻസും കൂടി കൺസിഡർ ചെയ്ത് നമ്മൾ ഔട്ട്പുട്ടിൽ എക്സ്പെക്ട് ചെയ്യുന്നതും 4 to 5 ആ റേഞ്ചിൽ തന്നെ ആയിരിക്കും. സോ നോയ്സ് മാർജിനും നമ്മൾ അങ്ങനെ തന്നെയാണ് ഡിഫൈൻ ചെയ്യാൻ നോക്കുന്നത്. സോ നോയ്സ് മാർജിൻ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇൻപുട്ട് സൈഡിലും 2 റേഞ്ചസ് പോലെ പറയാം. സോ ഇൻപുട്ട് സൈഡിലെ റേഞ്ചസ് ആയിട്ട് പറയുമ്പോഴത്തേക്കും ഇത് ലോജിക് 1ഉം ആൻഡ് ദിസ് വൺ ലോജിക് 0. ഓക്കെ, സോ ഇപ്പോൾ ഏതൊരു പെർട്ടിക്കുലർ റേഞ്ച്, അതായത് ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്ന വാല്യൂസ് ബിറ്റ്വീൻ 2 to 5 വോൾട്ട്, 2 to 5 വോൾട്ടിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു വാല്യൂ വരുവാണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇറ്റ് ആസ് ലോജിക് 1. ഓക്കെ, സോ ലോജിക് 1 ആയിട്ട് നമുക്കത് അസ്യൂം ചെയ്യാം. അതേപോലെ ലോജിക് 0യ്ക്ക് ഒരു പെർട്ടിക്കുലർ റേഞ്ച്, ലെറ്റ് ഇറ്റ് ബി 0 to 0.5 വോൾട്ട്, ആ ഒരു റേഞ്ചിൽ എന്തെങ്കിലും വന്നാൽ അത് നമ്മൾ ലോജിക് 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ വാട്ട് അബൌട്ട് ദിസ്, ഇതെന്തായിരിക്കും? ഒരു ഇൻ ബിറ്റ്വീൻ ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഉണ്ട്, അത് നമ്മൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നില്ല. സോ ആ റേഞ്ച് എന്ന് പറയുന്നത് ദാറ്റ് റിമെയിൻസ് ആസ് അൺഡിഫൈൻഡ്. സോ ഇതേപോലെ തന്നെയാണ്
ഔട്ട്പുട്ടിന്റെ കേസിൽ നമ്മൾ ഓരോ റേഞ്ചിലാണ് പറയുന്നത്. ആ റേഞ്ച് എന്ന് പറയുമ്പോൾ മെൻഷൻ അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ 2 to 5 അല്ലെങ്കിൽ ഒരു 3 to 5 വോൾട്ടിലാണ് ബിറ്റ്വീൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ ലോജിക് ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യും. അതുപോലെ ഇവിടെ 0.0 to 1 വോൾട്ട് വരുന്നത് വരെയാണ് ലോജിക് 0 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇതിൻ്റെ അകത്ത് തന്നെ മെയിൻ ആയിട്ടുള്ളത് എന്താണ്? VIH, VIL, VOH ആൻഡ് VOL. സോ വാട്ട് ഇസ് VIH? VIH എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ മിനിമം ഇൻപുട്ട് വോൾട്ടേജ് which is considered to be logic 1. Logic 1 ആവാനുള്ള മിനിമം വോൾട്ടേജിനെയാണ് നമ്മൾ ലോജിക് 1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഹൈ ആവാനുള്ള മിനിമം വോൾട്ടേജിനെയാണ് നമ്മൾ VIH വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. അതേപോലെ VIL ആണെങ്കിലോ, അതായത് I ഡിനോട്ട് ചെയ്യുന്നത് ഇൻപുട്ടിനെയാണ് ആൻഡ് Hഉം Lഉം ഡിനോട്ട് ചെയ്യുന്നത് ഹൈ ആണോ ലോ ആണോ എന്നുള്ളത്. സോ VIL എന്ന് പറയുമ്പോഴത്തേക്കും എഗെയിൻ അത് ഇൻപുട്ട് സൈഡിൽ തന്നെയാണ്. L ഡിനോട്ട് ചെയ്യുന്നത് ലോജിക് 0. ഓക്കെ, സോ ലോജിക് 0യിലുള്ള ഇതിന്റെ മാക്സിമം വാല്യൂ ആണ് VIL ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് സിമിലർലി നമ്മൾ ഔട്ട്പുട്ട് സൈഡിൽ VO ഡിനോട്ട് ചെയ്യുന്നത് ഔട്ട്പുട്ടിനെയാണ്. സോ ഔട്ട്പുട്ടിൽ 2 കേസസ് ഉണ്ട്, H ഉണ്ട് L ഉണ്ട്. സോ VOH എന്ന് പറയുന്നത് ദ മിനിമം ഔട്ട്പുട്ട് വോൾട്ടേജ് വിച്ച് ഈസ് കൺസിഡർഡ് ടു ബി 1 and VOL എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് വിച്ച് ഈസ് കൺസിഡർഡ് ടു ബി 0. സോ നോയ്സ് ടു കോമ്പൻസേറ്റ് എനി നോയ്സ് സിഗ്നൽ നമ്മൾ സർക്യൂട്ട് എപ്പോഴും ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാ? ഈ VIL ഷുഡ് ബി ഗ്രേറ്റർ ദാൻ VOL. VIL എന്ന് പറയുന്നത് ഔട്ട്പുട്ടിന്റെ ലോജിക് 0നേക്കാളും ഹയർ ആയിട്ടാണ് നമ്മൾ എപ്പോഴും സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതേപോലെ VOH എന്ന് പറയുന്നത് ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ VIL. സോ നോയ്സ് മാർജിനിൽ തന്നെ നമുക്ക് 2 റേഞ്ച് ആയിട്ട് പറയാം. ഒന്ന് ഹൈ സ്റ്റേറ്റ് ഉണ്ട്, ദ അതർ വൺ ഇസ് ലോ സ്റ്റേറ്റ്. സോ ഹൈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദിസ് വിൽ ബി ദ ഹൈ സ്റ്റേറ്റ്, അതായത് VOH മൈനസ് VIH. ആൻഡ് ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈ ഒരു റേഞ്ച് ആയിരിക്കും, ദാറ്റ് ഇസ് VIL മൈനസ് VOL. സോ ദിസ് ഇസ് ഹൗ യു ഡിഫൈൻ നോയ്സ് മാർജിൻ. ജസ്റ്റ് നമുക്ക് 3 മാർക്സിനാണ് ചോദിച്ചത്. അപ്പോൾ 3 മാർക്സിന് ഇത്ര പോയിന്റ്സ്, ദാറ്റ് ഇസ് 11. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ ഡിലേ ആൻഡ് പവർ ഡിസിപ്പേഷൻ. സോ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഡിജിറ്റൽ സർക്യൂട്ട്സിൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് പ്രൊപ്പഗേഷൻ ഡിലേ, അല്ലേ? സോ പ്രൊപ്പഗേഷൻ ഡിലേയിൽ ആക്ച്വലി എന്താ നോക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇൻപുട്ട് നമ്മളൊരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, ആ സെയിം ഇൻസ്റ്റന്റിൽ തന്നെ ആ ഔട്ട്പുട്ടിൽ ആ ഡിഫറൻസ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് പ്രൊപ്പഗേഷൻ ഡിലേ വെച്ച് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എപ്പോഴും ആ സെയിം ഇൻസ്റ്റന്റിൽ തന്നെ അത് ഔട്ട്പുട്ടിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു ടൈം ഡിഫറൻസ് അതിലുണ്ടാവും. അതിനെയാണ് നമ്മൾ ഡിലേ ആയിട്ട് കൺസിഡർ ചെയ്യണം. സോ ദാറ്റ് ഇസ് യു ഡിഫൈൻ എ പ്രൊപ്പഗേഷൻ ഡിലേ. ഓക്കെ, സോ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് ദ ഔട്ട്പുട്ട് ഓഫ് എ ലോജിക് സർക്യൂട്ട് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ്സ് ഇൻസ്റ്റന്റ്ലി to the response to the change in the state of its input. അപ്പോൾ ആ ഒരു ചെറിയൊരു ഡിലേ, ടൈം ഡിലേ ബിറ്റ്വീൻ ദ instant application of an input pulse and the instant of occurrence of the corresponding output pulse നെയാണ് നമ്മൾ പ്രൊപ്പഗേഷൻ ഡിലേ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കറിയാം പഠിക്കുന്നതിൽ ലോജിക് ഫാമിലീസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് TTL, CMOS ആൻഡ് ECL ആണ്. സോ കമ്പയർഡ് ടു CMOS, TTL പ്രൊപ്പഗേഷൻ ഡിലേ കുറവ്. സോ പ്രൊപ്പഗേഷൻ ഡിലേ കുറവായതുകൊണ്ട് തന്നെ TTL is faster compared to CMOS. ഓക്കെ, ആ കമ്പാരിസൺ നോക്കുമ്പോഴാണ് കൂടുതലും നമുക്ക് ഇങ്ങനെയുള്ള ടേംസിന്റെ ഒക്കെ ആവശ്യം എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് പവർ ഡെസിപ്പേഷൻ ആണ്. സോ പവർ ഡെസിപ്പേഷൻ ഇസ് ആക്ച്വലി ദ എമൗണ്ട് ഓഫ് പവർ ഡ്രോൺ ബൈ ദ IC ഡ്യൂ ടു ദ current flowing through the IC as a റിസൾട്ട് ഓഫ് അപ്ലൈഡ് വോൾട്ടേജ്. അതായത് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്തതിന് ശേഷം അത് നമ്മുടെ IC കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ അത് എന്തോരം എമൗണ്ട് ഓഫ് പവർ ഇറ്റ് ഇസ് ദ IC ഡ്രോ ആണ് നമ്മുടെ ആക്ച്വലി പവർ ഡെസിപ്പേഷൻ കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. സോ ദിസ് ഇസ് പാർട്ട് എയിലെ 2 ക്വസ്റ്റ്യൻസ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പാർട്ട് B ആണ്. സോ പാർട്ട് ബിയിൽ ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാ? കമ്പയർ TTL ആൻഡ് CMOS ലോജിക് ഫാമിലീസ് ഇൻ ടേംസ് ഓഫ് ഫാൻ ഇൻ, ഫാൻ ഔട്ട്, supply voltage, power propagation delay and
നോയ്സ് മാർജിൻ. അപ്പോൾ ഓരോ ടേംസ് നമുക്ക് സിലബസിൽ ഓരോ ടേംസ് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ടേംസ് കമ്പയർ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിൻ്റെ? TTL ആൻഡ് CMOS. സോ അതേപോലെ എപ്പോഴും TTL CMOSും ചോദിക്കണമെന്നില്ല. ദേ ക്യാൻ ആസ്ക് അബൌട്ട് ECL വേണമെങ്കിലും വെച്ച് കമ്പയർ ചെയ്യാൻ ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ പാർട്ട് ബിയിൽ 19th ക്വസ്റ്റിന് 2 സബ് ഡിവിഷൻസ് ഉണ്ടായില്ല. ഒരു സബ് ഡിവിഷനാണ് കമ്പാരിസൺ ചോദിച്ചത്. അടുത്ത സബ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രോ ദ സർക്യൂട്ട് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഓപ്പറേഷൻ ഓഫ് ട്രാൻസിസ്റ്റർ ലെവൽ TTL NAND ഗേറ്റ്. അതായത് ട്രാൻസിസ്റ്റർ ലോജിക്കിന്റെ NAND ഗേറ്റിന്റെ ഓപ്പറേഷൻ ആണ്. NAND ഗേറ്റ് TTL ലോജിക്കിലുള്ള NAND ഗേറ്റിന്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ അതിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ 20th ക്വസ്റ്റ്യൻ, അതായത് പാർട്ട് ബിയിലെ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ A പാർട്ട് എന്ന് പറയുന്നത് ഏതാ? എഗെയിൻ അവിടെ ചോദിച്ചിരിക്കുന്ന ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ട്രാൻസിസ്റ്റർ ലെവൽ TTL ഇൻവെർട്ടർ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് വർക്കിംഗ്. സോ 19th ക്വസ്റ്റ്യനിൽ ഒരു സബ് ഡിവിഷനിൽ TTL NAND ഗേറ്റ് ആണ് ചോദിച്ചിരുന്നെങ്കിൽ 20th ക്വസ്റ്റ്യനിൽ ഒരു സബ് ഡിവിഷനിൽ TTLന്റെ ഇൻവെർട്ടർ ആയിട്ടുള്ള വർക്കിംഗ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ബി പാർട്ടിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? എഗെയിൻ CMOS NAND ഗേറ്റ്. CMOS NAND ഗേറ്റിന്റെ വർക്കിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സിലബസിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും തന്നെ പാർട്ട് ബിയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കമ്പാരിസൺ ചെക്ക് ചെയ്യാം. സോ കമ്പയർ TTL ആൻഡ് CMOS ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫാൻ ഇൻ, ഫാൻ ഔട്ട്, സപ്ലൈ വോൾട്ടേജ്, പ്രൊപ്പഗേഷൻ ഡിലേ ആൻഡ് നോയ്സ് മാർജിൻ. സോ ഈ പ്രൊപ്പഗേഷൻ ഡിലേയും നോയ്സ് മാർജിനും എന്താണെന്ന് നമ്മൾ പാർട്ട് എയിൽ ജസ്റ്റ് ഡിഫൈൻ ചെയ്തു അല്ലേ. സോ വാട്ട് അബൌട്ട് ഫാൻ ഇൻ ആൻഡ് ഫാൻ ഔട്ട്? ഇപ്പൊ ഫാൻ ഇൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് മാക്സിമം ഇൻപുട്സ് ദാറ്റ് ക്യാൻ ബി അക്സെപ്റ്റഡ് ബൈ എ ലോജിക് സർക്യൂട്ട്. ഒരു ലോജിക് സർക്യൂട്ടിനെ അക്സെപ്റ്റ് ചെയ്യാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഇൻപുട്സിനെയാണ് ഫാൻ ഇൻ. ഓക്കെ, ആ പേര് പോലെ തന്നെ ഇൻപുട്ട് സൈഡിലേക്ക് വരാവുന്ന മാക്സിമം ഇൻപുട്സിനെയാണ് ഫാൻ ഇൻ വെച്ച് ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫാൻ ഔട്ട്. ഫാൻ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ലോജിക് സർക്യൂട്ടിന് വേറൊരെണ്ണത്തിന് ഡ്രൈവ് ചെയ്യാനുള്ള മാക്സിമം നമ്പർ ഓഫ് ഗേറ്റ്സ് ആണ് ചോദിച്ചത്. ഓക്കെ, സോ ദ നമ്പർ ഓഫ് ലോഡ് ഗേറ്റ്സ് കണക്റ്റഡ് ടു ദ ഔട്ട്പുട്ട് ഓഫ് ദ ഡ്രൈവിംഗ് ഗേറ്റ്. അതായത് ഇതിന്റെ ഔട്ട്പുട്ട് സൈഡിൽ വരുന്നത് വേറൊരെണ്ണത്തിന്റെ ഇതിലേക്ക് കണക്ട് ചെയ്യാവുന്ന മാക്സിമം ഗേറ്റ്സ് ആണ് ഈ ഫാൻ ഔട്ട് കൊണ്ട് ഡിഫൈൻ ചെയ്യാൻ പറയണം. ഓക്കെ, സോ ഫാൻ ഔട്ട് ഇസ് ഡിഫൈൻഡ് ആസ് എ maximum number of inputs, or we can say that the maximum number of load that can be connected to the output of the gate. Okay, so these are the basic definition of fan in and fan out. അപ്പോൾ ബാക്കി 2 ഡെഫിനിഷൻസ് നമ്മൾ പാർട്ട് എയിൽ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, നമ്മളോട് ജസ്റ്റ് ഇതിന്റെ ഡെഫിനിഷൻസ് അല്ല ചോദിച്ചിരിക്കുന്നത്. We need to compare with TTL and CMOS. അപ്പോൾ ഈ ഓരോ പാരാമീറ്റേഴ്സും TTLനും CMOSനും എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അപ്പോൾ കമ്പാരിസൺ ടേബിൾ നോക്കുമ്പോഴത്തേക്കും യു ഹാവ് ഫാൻ ഇൻ, ഫാൻ ഔട്ട്, സപ്ലൈ വോൾട്ടേജ്, പ്രൊപ്പഗേഷൻ ഡിലേ ആൻഡ് നോയ്സ് മാർജിൻ. സോ ഈ വാല്യൂസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. ഫോർ TTL ഫാൻ ഇൻ ക്യാൻ ബി അബൌട്ട് 12 to 14 ഫാൻ ഇൻ പോസിബിൾ ആണ്. ആൻഡ് വാട്ട് അബൌട്ട് CMOSന് അത് 10 ആണ് പോസിബിൾ. ഓക്കെ, ആൻഡ് ഫാൻ ഔട്ട് എന്ന് പറയുന്നത് അഗെയിൻ TTL ക്യാൻ ഡ്രൈവ് ഓൺലി 10, വേറെ CMOSന് 50 പോസിബിൾ ആണ്. ആൻഡ് സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ it is about 4.75 volt to 5.25 volt. അത് നമുക്ക് വേണമെങ്കിൽ ഫിക്സഡ് വോൾട്ടേജ് at 5 volt എന്ന് മെൻഷൻ ചെയ്യാം. ആൻഡ് whereas in case of CMOS they have wide range of voltage levels. അവർക്ക് ഒരു 3 to 18 വോൾട്ടിന്റെ ബിറ്റ്വീൻ റേഞ്ചിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പോസിബിൾ ആണ്. ആൻഡ് പ്രൊപ്പഗേഷൻ ഡിലേ TTLന് 10 നാനോസെക്കൻഡ് ആണ്. ആൻഡ് CMOS that is 20 to 50 നാനോസെക്കൻഡ്. ഓക്കെ, സോ TTL നമുക്ക് കമ്പയർ ചെയ്താൽ തന്നെ അറിയാം TTLന്റെ propagation delay is about 10 nanosecond and CMOSന് 20 to 50. സോ ഏറ്റവും കുറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് തന്നെ ഇൻപുട്ടിലുള്ളത് ഔട്ട്പുട്ടിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. സോ ഫാസ്റ്റസ്റ്റ് എന്ന് പറയുന്നത് TTL is considered as the fastest compared to this CMOS. Okay, then noise margin 0.4 ആണ് TTLന്. CMOSന് it is about 0.9 to 5.4 volt. Actually അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് it is about 30% of supply voltage. Okay, but noise margin എപ്പോഴും കൂടുന്നതായിരിക്കും ബെറ്റർ. അതായത് നോയ്സ് മാർജിൻ കൂടുക എന്ന് പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാവുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് എന്നാണ് നോയ്സ് മാർജിൻ കൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ കമ്പാരിസൺ. പാർട്ട് എയില് പാർട്ട് ബിയില് 19th ക്വസ്റ്റിന്റെ A പാർട്ട് കമ്പാരിസൺ കഴിഞ്ഞു. നെക്സ്റ്റ് വൺ എന്താണ്? TTL
NAND ഗേറ്റിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ NAND ഗേറ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഐ എം കൺസിഡറിങ് ദ 2 ഇൻപുട്ട് NAND ഗേറ്റ്. സോ 2 ഇൻപുട്ട് NAND ഗേറ്റ് ഇപ്പൊ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. സപ്പോസ് ആ ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും 3 ഇൻപുട്ട് NAND ഗേറ്റ് എന്നാണ്. 3 ഇൻപുട്ട് NAND ഗേറ്റ് ആവാം, അല്ലെങ്കിൽ 2 ഇൻപുട്ട് NAND ഗേറ്റ് ആവാം. സോ മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് യു ക്യാൻ സ്പെസിഫൈ വിച്ച് NAND gate you are implementing. So I am considering 2 input NAND gate. So 2 input NAND gate in the truth table endana? Truth table ennu parayumbodhekku you have 2 inputs, single output. If any of the input is 0, your output is high, and when both the inputs are high, the output is 0. Okay, so namukku adinte implementation illengil aa circuit diagram TTL NAND gate in the circuit diagram enganeya nokkam. So this is the basic circuit diagram for TTL NAND gate. You have TTL എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസിസ്റ്റർ. TTL means transistor logic. So you have a number of transistors connected. അതിലെ last portion എന്ന് പറയുന്നതായിരിക്കും. So this one is the totem pole configuration. നമുക്ക് questions ഇങ്ങനത്തെ question expect ചെയ്യാം. totem pole configuration എന്താണ് totem pole configuration? Why you are going for totem pole configuration എന്നൊക്കെ. So നമ്മുടെ ഈ question and according to this question നമുക്ക് അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഫിഗർ വരയ്ക്കുക, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക, അതിന്റെ എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്യുക. സോ ദിസ് ഇസ് ദ സർക്യൂട്ട് ഫോർ TTL NAND ഗേറ്റ്. NAND ഗേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ 2 ഇൻപുട്ട് ആയതുകൊണ്ടാണ് നമുക്ക് എമിറ്റർ ടെർമിനൽസിൽ എയും ബിയും വന്നത്. ഇപ്പോൾ 3 ഇൻപുട്ട് NAND ഗേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻപുട്ടും കൂടി എമിറ്ററിലാണ് വരയ്ക്കേണ്ടത്. സോ ദാറ്റ് യു ക്യാൻ മാർക്ക് ഇറ്റ് ആസ് യുവർ തേർഡ് ഇൻപുട്ട്. സി ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, so now you are considering only 2 inputs, A and B. So basic ആയിട്ട് നമുക്ക് ഈ ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് ഇതിന്റെ ഓപ്പറേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ജസ്റ്റ് അത് ആദ്യം പറയാം. ഫോർ കൺസിഡറിങ് യുവർ ട്രാൻസിസ്റ്റർ, ഇതാണ് നമ്മുടെ ട്രാൻസിസ്റ്റർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് 3 ടെർമിനൽ ഡിവൈസ് ആണ്. യു ഹാവ് ബേസ്, എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ. 3 ടെർമിനൽസ് ഉണ്ട്. സോ ഇതെന്ന് പറയുന്നത് ഒരു NPN ട്രാൻസിസ്റ്റർ ആണ് അല്ലെ. ദിസ് ഇസ് ആൻ NPN ട്രാൻസിസ്റ്റർ. സോ NPN ട്രാൻസിസ്റ്റർ എടുക്കുമ്പോഴത്തേക്കും N ആണ് എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ. അപ്പൊ 2 ജംഗ്ഷൻസ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്, എമിറ്റർ ബേസ് ജംഗ്ഷനും കളക്ടർ ബേസ് ജംഗ്ഷനും. സോ ആ ജംഗ്ഷന്റെ ഫോർവേഡ് ആവുമ്പോൾ ഉള്ള കേസ് എങ്ങനെയാണ്? 2 ജംഗ്ഷൻസും ഫോർവേഡ് ബൈസ്ഡ് ആണെങ്കിൽ ദ ട്രാൻസിസ്റ്റർ ഈസ് ഇൻ സാച്ചുറേഷൻ. വെൻ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഇസ് ഫോർവേഡ് ബൈസ്ഡ് ആൻഡ് കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബൈസ്ഡ് ആണെങ്കിൽ അത് ആക്റ്റീവ് മോഡായിരിക്കും. വെറാസ് എമിറ്റർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബൈസും കളക്ടർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബൈസ്ഡ് ആണെങ്കിൽ അത് റിവേഴ്സ് ആക്റ്റീവ് മോഡിലാണ്. ആൻഡ് ദ ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് രണ്ടും റിവേഴ്സ് ബൈസ് ചെയ്യുന്ന കേസ്. രണ്ടും റിവേഴ്സ് ബൈസ് ചെയ്താൽ കട്ട് ഓഫിലേക്കാണ് പോകുന്നത്. സോ നമ്മൾ ഇപ്പൊ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, അതായത് TTL NAND ഗേറ്റിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് നോ ദീസ് 2 കേസസ്. ഈ 2 കേസസ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ സപ്പോസ് നമ്മുടെ എമിറ്റർ ബേസ് കളക്ടർ ജംഗ്ഷൻസ് ഉണ്ട് നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ കോൺഫിഗറേഷൻ. സോ ഇതിലേക്ക് എമിറ്റർ നമ്മൾ ഗ്രൗണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഓൾമോസ്റ്റ് 0 വോൾട്ട് ആണ്. ആൻഡ് ബേസ് എന്ന് പറയുന്നതിലേക്ക് നമ്മളൊരു VCC കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ പറ്റുക? എമിറ്ററിൽ ബേസ് എന്ന് പറയുന്നത് P ആണ്, അത് പോസിറ്റീവ് ആണ്. ഇതെന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സോ ദാറ്റ് മീൻസ് ആ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫോർവേഡ് ബൈസ്ഡ്. അപ്പൊ ജംഗ്ഷൻ ഫോർവേഡ് ബൈസ്ഡ് ആണ്. ഇത് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ പറ്റുക? ഫുൾ കറണ്ട് ഈ ഗ്രൗണ്ടിലേക്ക് പോകും അല്ലെ. ത്രൂ എമിറ്റർ നമ്മുടെ ഫുൾ VCC കൊടുക്കുന്ന ഫുൾ ഇത് താഴത്തേക്ക് അല്ലെ, ഗ്രൗണ്ടിലേക്ക് അത് പോകും. സോ ഫുൾ കറണ്ട് ഫ്ലോസ് ഔട്ട് ത്രൂ ദ എമിറ്റർ ടെർമിനലിലേക്ക് പോകും. ഓക്കെ, ഇനി ഇതല്ല കേസ്. സപ്പോസ് ഇവിടെ നമ്മള് ഒരു വോൾട്ടേജ് ലെവൽ വേറെ കൊടുക്കുകയാണ്. ലെറ്റ് ഇറ്റ് ബി VE ആൻഡ് ഇത് VCC തന്നെയാണ്. ആൻഡ് ദിസ് VEE എന്ന് പറയുന്ന വോൾട്ടേജ്, അതായത് എമിറ്ററിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് ഇസ് ഗ്രേറ്റർ ദാൻ VCC. ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞ കേസ് എന്ന് പറയുന്നത് അത് ആക്റ്റീവ് മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഈ കേസ്, രണ്ടാമത്തെ കേസ് കൺസിഡർ ചെയ്യുമ്പോഴോ
when VEE is greater than VCC. അപ്പോൾ എന്താ പറ്റുക? ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് will get reverse biased. അതേപോലെ ആൻഡ് കളക്ടറിൽ ഒരു ലോ വോൾട്ടേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ കളക്ടറിൽ ഒരു ലോ വോൾട്ടേജും ആണ് ഉണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് എന്ത് പറ്റും? ഈ ജംഗ്ഷൻ വിൽ ഗെറ്റ് ഫോർവേഡ് ബൈസ്ഡ്. അപ്പൊ ഈ കേസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഇസ് റിവേഴ്സ് ആക്റ്റീവ് മോഡ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കേസാണ് മെയിൻ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഏതില്? ഈ TTL NAND ഗേറ്റിന്റെ വർക്കിങ്ങില്. ഓക്കെ, സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് ഈ നമ്മുടെ ട്രാൻസിസ്റ്റർ ഫോർവേഡ് ബൈസ്ഡ് ആവുന്നതും റിവേഴ്സ് ബൈസ്, ആ ജംഗ്ഷൻസ് ഫോർവേഡ് ബൈസ്ഡും റിവേഴ്സ് ബൈസ്ഡിലേക്ക് പോകുന്നതും. ഓക്കെ, ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ ആ കാര്യം തന്നെയാണ്. ഗ്രേറ്റർ ആവുന്ന കേസിൽ അത് റിവേഴ്സ് ആക്റ്റീവ് മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ട്രാൻസിസ്റ്റർ വർക്കിങ്ങിന്റെ ബേസിക് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, സോ നമ്മൾ കമ്മിങ് ബാക്ക് ടു അവർ സർക്യൂട്ട്, അതായത് TTL NAND ഗേറ്റിന്റെ ബേസിക് സർക്യൂട്ട്. സോ TTL NAND ഗേറ്റിന്റെ ബേസിക് സർക്യൂട്ട് പറഞ്ഞു. അപ്പോൾ സപ്പോസ് യുവർ ഇൻപുട്സ് ആർ 0 0 0 വരുന്ന കേസിൽ എയും ബിയും 0 ആണ് കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് പറ്റും? ഈ ട്രാൻസിസ്റ്റർ, അതായത് നമ്മുടെ എമിറ്റർ സൈഡ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വോൾട്ടേജ് VCC ഇവിടെ കൊടുക്കുന്നുണ്ട്, ബേസിൽ VCC കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ആക്റ്റീവ് ആയിരിക്കും. അത് ആക്റ്റീവ് ആവുകയാണെങ്കിൽ എന്ത് പറ്റും? ഇത് ഗ്രൗണ്ടിലേക്കായിരിക്കും പോകുന്നത് അല്ലെ. കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് എമിറ്റർ വഴി പുറത്തേക്കാണ് പോകുന്നത്. അപ്പൊ എന്താണ് ഈ Q1 എന്ന് പറയുന്നത് ഓൺ. Q1 എന്ന് പറയുന്ന ഓൺ ആണ്. ദാറ്റ് മീൻസ് Q1 is conducting and full current flows through the എമിറ്ററിലേക്ക് പോകും. ആൻഡ് ഈ Q2ഉം Q3ഉം Q4 ഒക്കെ എന്താണ്? ഇത് ഓഫ്, ഇത് ഓൺ ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് കറണ്ട് ഫ്ലോ ഇല്ല. സോ ദിസ് ഇസ് ഓഫ്. ആൻഡ് വാട്ട് അബൌട്ട് Q4? ഇത് ഓഫ് ആണെങ്കിൽ Q4 എന്ന് പറയുന്നത് ഓഫ് ആണ്. ആൻഡ് വാട്ട് അബൌട്ട് Q3? Q3യിലേക്ക് ഫ്ലോ ഉണ്ട് അല്ല, കറണ്ട് ഫ്ലോ ഉണ്ട് Q3യിലേക്ക്. സോ യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് ആസ് 1. അപ്പൊ നമ്മൾ 0 0 കൊടുത്ത കേസിൽ നമുക്ക് എന്ത് പറ്റി? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 കിട്ടുന്നുണ്ട് അല്ലെ. നമ്മുടെ NAND ഗേറ്റിന്റെ ട്രൂത്ത് ടേബിളും എങ്ങനെയാണ്? 0 0 കൊടുത്താൽ 1 കിട്ടണം. 0 0 മാത്രമല്ല, ഇഫ് എനി ഓഫ് ദ ഇൻപുട്ട് 0 യു ഷുഡ് ഗെറ്റ് ദ ഔട്ട്പുട്ട് ആസ് 1. പിന്നെ ഈ കേസിൽ ഇനി 0 0 അല്ല, 0 1 അല്ലെങ്കിൽ 1 0 ഏതെങ്കിലും ഒരു ടെർമിനൽ, എമിറ്റർ ടെർമിനലിൽ ഏതെങ്കിലും ഒരെണ്ണം ഹൈ ആക്കി കൊടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഈ സെയിം ഇത് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. ഏതെങ്കിലും ഒരെണ്ണം ആക്റ്റീവ് ആണെങ്കിൽ കറണ്ട് ഫ്ലോ ഇങ്ങോട്ടായിരിക്കും. ഈ ട്രാൻസിസ്റ്റർ ഓൺ ആണ്, ബാക്കി രണ്ട് ട്രാൻസിസ്റ്റേഴ്സും ഓഫ് ആയിരിക്കും. യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് ആസ് 1. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് രണ്ടും ഹൈ, എയും ഹൈ ആണ്, ബിയും ഹൈ ആണ്. അപ്പൊ എന്താ സംഭവിക്കുക? രണ്ടും ഹൈ ആണെങ്കിൽ എങ്ങനെയാ? ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഓൺ ആയിരിക്കുമോ? ആ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഓഫ് ആയിരിക്കും അല്ലെ. ഈ എമിറ്ററിൽ ഇങ്ങോട്ടേക്കുള്ളത് ഇനി ഇല്ല. പിന്നെ എങ്ങനെയാ പോകുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, സോ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ദിസ് ഇസ് ഓഫ് ആയതുകൊണ്ടാണ് ഇത് ഇങ്ങോട്ട് പോവാതിരുന്നത്, ഇങ്ങോട്ട് പോകുന്നത്. സോ ദാറ്റ് മീൻസ് യുവർ Q2 എന്ന് പറയുന്നത് കണ്ടക്ഷനിലേക്ക് പോകും. Q2 ഓൺ ആവും. Q2 ഓൺ ആയാൽ ഓട്ടോമാറ്റിക്കലി Q4 എന്ന് പറയുന്നത് ഓൺ ആയിരിക്കും. സോ യുവർ ഔട്ട്പുട്ട് വിൽ ബി 0. ഓക്കെ, ഇതിങ്ങനെ ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ദിസ് ഇസ് ദ വർക്കിംഗ് ഓഫ് TTL NAND ഗേറ്റ്. ഓക്കെ, ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? TTL ഇൻവേർട്ടർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ TTL ഇൻവേർട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് പറ്റും? ദിസ് ഇസ് നമുക്ക് ഇൻപുട്ട് ടെർമിനലിൽ ഒരെണ്ണേ ഉള്ളൂ, എ മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ എയിൽ എന്താണ് വരുന്നത്? അപ്പൊ എ എന്ന് പറയുന്നത് ഞാൻ 0 ആക്കിയാൽ എന്ത് പറ്റും? വർക്കിംഗ് ഒക്കെ സിമിലർ തന്നെയാണ്. ഇപ്പൊ NAND ഗേറ്റ് പറഞ്ഞതുപോലെ തന്നെയാണ് നോട്ട് ഗേറ്റ്, അതായത് ഇൻവെർട്ടർ അല്ല, ഇൻവെർട്ടർ എന്ന് പറയുന്നത് നോട്ട് ഗേറ്റിന്റെ വർക്കിംഗ്. ഓക്കെ, സോ ഇൻവെർട്ടർ എടുക്കുമ്പോഴത്തേക്ക് അഗെയിൻ എങ്ങനെയാ? 0 ആണ് ഇൻപുട്ട് എങ്കിൽ ഇതെന്ന് പറയുന്നത് ഓൺ ആയിരിക്കും, ഇത് രണ്ടും ഓഫ് ആണ്. സോ യു വിൽ ഗെറ്റ് ഹൈ. സോ ഇനി സപ്പോസ് ഇത് 1 ആണെങ്കിൽ എന്ത് പറ്റും? ഇങ്ങോട്ടേക്ക് ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ഓൺ ആണ്, ഇത് ഓൺ ആണ്, ആൻഡ് ഔട്ട്പുട്ട് ഇസ് 0. സോ എക്സ്പ്ലനേഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
എക്സാമിന് എഴുതുമ്പോൾ ഇതിന്റെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് ട്രാൻസിസ്റ്റർ വർക്കിംഗ് ആണ് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ട്രൂത്ത് ടേബിൾ ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ള കേസുമാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇതെന്ന് പറയുന്ന 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 20 ബി പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? Draw the circuit and explain the operation of transistor level CMOS NAND gate. Okay, so CMOS ന്റെ NAND gate ന്റെ implementation അതിന്റെ വർക്കിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ CMOS NAND gate ആയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? This is your NMOS. NMOS-ഉം PMOS-ഉം. So you need 2 NMOS connected in series as well as 2 PMOS connected in parallel. So ഇത് NAND gate ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇനി എന്താ ചെയ്യണ്ടേ? The circuit is modified like this, അല്ലേ? ആ പാരലൽ കോമ്പിനേഷൻ സീരിയൽ NMOSന്റെ സീരീസ് കോമ്പിനേഷനും PMOSന്റെ പാരലൽ കോമ്പിനേഷനും കൂടി കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് NAND ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ, നമുക്ക് ട്രൂത്ത് ടേബിൾ അറിയാം. ട്രൂത്ത് ടേബിൾ NAND ഗേറ്റ് അഗെയിൻ എനി 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ്. ബോത്ത് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ ഇതെങ്ങനെയാ നോക്കുക? 0 0 ഉള്ള കേസ് നമുക്ക് ഫസ്റ്റ് നമുക്ക് നോക്കാം. എയും ബിയും 0 ആയിട്ടുള്ള കേസ്. 0 കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റും? ഏത് PMOS ആണോ NMOS ആണോ കണ്ടക്ട് ചെയ്യാം? 0 കൊടുക്കുന്ന കേസിൽ PMOS ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. വേറെ NMOS എന്ന് പറയുന്നത് ഓഫ് ആയിരിക്കും. NMOS ഓഫ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഓപ്പൺ സ്വിച്ച് ആയിരിക്കും. ആൻഡ് PMOS എന്ന് പറയുന്നത് ക്ലോസ്ഡ് സ്വിച്ച്. അപ്പൊ ഇത് ക്ലോസ്ഡ് സ്വിച്ച് ആണെങ്കിൽ നമുക്ക് ഒരു പാത്ത് കിട്ടുന്നുണ്ട് അല്ലെ? ഒന്നില്ലെങ്കിൽ ഈ പാത്തിൽ കൂടി പോകും, അല്ലെങ്കിൽ ഈ പാത്തിൽ കൂടി പോകും. സോ യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് ആസ് 1. ഓക്കെ, അപ്പൊ ഇത് 0 0 കൊടുത്ത കേസ്. ഇനി A = 0, B = 1 അങ്ങനെയാണെങ്കിലും ഏതാണ്? A = 0 ഇതെന്ന് പറയുന്ന ഓപ്പൺ ആയിരിക്കും, പക്ഷെ ഇത് ക്ലോസ്ഡ് ആയിരിക്കും. പക്ഷെ ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് താഴത്തേക്ക് കറണ്ട് ഫ്ലോ ഗ്രൗണ്ടിലേക്ക് പോകുന്നില്ല. സോ അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. വേറെ ദിസ് കേസ് PMOSന്റെ കേസിൽ എന്ത് പറ്റും? A 0 എന്ന് പറഞ്ഞാൽ ഇത് കണ്ടക്ടിങ് ആയിരിക്കും. B 1 എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഓപ്പൺ ആയിരിക്കും. ഇത് ഓപ്പൺ ആയാലും ഒരു പാത്ത് ഇതിന് കിട്ടുന്നുണ്ട് ഫ്ലോ ചെയ്യാനുള്ള. സോ എഗെയിൻ 1 ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരു ഇൻപുട്ട്, അത് ഏതെങ്കിലും ഒരു പാത്ത് അതിന് കിട്ടുന്നുണ്ടെങ്കിൽ, PMOS ഏതെങ്കിലും പാത്ത് കിട്ടുന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ഐദർ A 0 അല്ലെങ്കിൽ ഐദർ B 0 ആണെങ്കിലും they will get a path for the current to flow. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും. ആൻഡ് ഇനി ബോത്ത് 1 1 എന്ന് പറയുന്ന കേസ് എടുക്കുവാണെങ്കിലോ, ബോത്ത് 1 1 ആകുമ്പോഴത്തേക്കും PMOS എന്ന് പറയുന്നത് ഓപ്പൺ സ്വിച്ചും NMOS എന്ന് പറയുന്നത് ക്ലോസ്ഡ് സ്വിച്ച് ആയിരിക്കും. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറയാം? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്. സോ ദിസ് ഇസ് ദ വർക്കിംഗ് ഫോർ എ CMOS NAND ഗേറ്റ്. CMOS NAND ഗേറ്റിന്റെയും പറഞ്ഞു. ഇപ്പൊ പാർട്ട് ബിയിൽ മെയിൻ ആയിട്ട് വന്നത് എന്തൊക്കെയാണ്? ആ ഓരോ ഗേറ്റിന്റെ TTL അല്ലെങ്കിൽ CMOSന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലിലാണ് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലെ? സോ അതനുസരിച്ച് വേണം നമ്മളിത് പ്രിപ്പയർ ചെയ്യാനായിട്ടും ആൻസേഴ്സ് എഴുതുമ്പോൾ ശ്രദ്ധിച്ച് വേണം എഴുതാനായിട്ട്. ഓക്കെ, സോ വിത്ത് ദിസ് നമ്മൾ ലോജിക് സർക്യൂട്ട് ഡിസൈൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 5th മൊഡ്യൂളും ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രിപ്പയർ വെൽ ഫോർ ദ എക്സാം. താങ്ക് യു.